ഞാൻ ഒത്തിരിയേറെ സന്തോഷത്തോടെ ഒരു കുടുംബത്തെ, മാതാപിതാക്കളെ ഈ അൾത്താരയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈശോ നൽകിയ വലിയ അനുഗ്രഹത്തിന് അവരേറെ കാലമായി ആഗ്രഹിക്കുന്ന ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞ് ഈശോയ്ക്ക് നന്ദി പറയണമെന്ന്. ഇന്നിതാ രണ്ടുപേരും സന്തോഷത്തോടെ വന്നിരിക്കുകയാണ്. നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാനായിട്ട് ഒരുങ്ങാം. സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മോളി, ഇതെൻ്റെ ഹസ്ബൻഡ് എബ്രാഹാം, വിളിപ്പേര് റോബർട്ട്. ഞങ്ങൾ ഇരിങ്ങാലക്കുടയിൽ നിന്ന് വരുന്നു. ഇരിങ്ങാലക്കുട സെയിൻറ്റ് തോമസ് കത്തീഡ്രൽ ഇടവക അംഗങ്ങളാണ്. ഞങ്ങൾക്ക് ദിവ്യകാരുണ്യ സൗഖ്യ ആരാധന വഴിക്ക് ലഭിച്ച ഒരു വലിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് ഇവിടെ ആയിരിക്കുന്നത്. 2023 ജൂൺ 13 ഹിപ്പിന് ഒരു മസിൽ ക്യാച്ച് വരികയും ഡോക്ടറെ കണ്ട് മെഡിസിൻ എടുക്കുകയും ചെയ്തെങ്കിലും വേദന കുറയാത്തത് കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. 8 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നെങ്കിലും വേദന കുറയാത്തത് കാരണം ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുക്കാൻ പറഞ്ഞു. അൾട്രാസൗണ്ടിൽ ലെഫ്റ്റ് കിഡ്നിയുടെ മുകളിൽ ഒരു സിസ്റ്റ് ഉണ്ടെന്നും വിശദമായി അറിയാൻ വേണ്ടി ഒരു CT സ്കാൻ എടുക്കാനും പറഞ്ഞു. സിസ്റ്റ് ഉള്ളതുകൊണ്ട് ബയോപ്സി ചെയ്യണമെന്നും അതിന് ഓപ്പൺ സർജറി വേണമെന്നും ലെഫ്റ്റ് കിഡ്നി റിമൂവ് ചെയ്യേണ്ടി വരുമെന്നും പറഞ്ഞു. ഒരു യൂറോളജിസ്റ്റിനെ റെഫർ ചെയ്തു. ഞങ്ങളൊരു യൂറോളജിസ്റ്റിനെ കണ്ടു. യൂറോളജിസ്റ്റും സെയിം അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാമെന്ന് വിചാരിച്ച വേറൊരു യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു എങ്കിലും അദ്ദേഹവും സെയിം അഭിപ്രായം തന്നെയായിരുന്നു പറഞ്ഞത്. ഞാൻ ഈ കാര്യം എൻ്റെ അനുജത്തി ബെറ്റിയോട് പറഞ്ഞപ്പോൾ അവളാണ് ഞങ്ങൾക്ക് ദിവ്യകാരുണ്യ സൗഖ്യ ആരാധനയുടെ ലിങ്ക് തന്നത്. ഞങ്ങൾ ജൂലൈ 2nd വീക്ക് തുടങ്ങി ദിവ്യകാരുണ്യ സൗഖ്യ ആരാധനയിലും കുരുക്കുകൾ അഴിക്കുന്ന മാതാവിൻ്റെ ജപമാലയിലും നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജൂലൈ 19 ഞങ്ങൾ ജെറുസലേമിൽ വന്ന് ബഹുമാനപ്പെട്ട കാനാട്ട് അച്ഛനെ കാണുകയും അച്ഛൻ പ്രാർത്ഥിക്കാമെന്നും ഞങ്ങളെ ബ്ലെസ് ചെയ്യുകയും കിഡ്നിക്ക് ഒന്നും സംഭവിക്കുകയില്ലെന്നും പറഞ്ഞു. ഓഗസ്റ്റ് 19 ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാനും ഓഗസ്റ്റ് 21 ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു. ഓഗസ്റ്റ് 13 ദിവ്യകാരുണ്യ സൗഖ്യ ആരാധനയിൽ ബഹുമാനപ്പെട്ട അച്ഛൻ റോബർട്ടിനെ ഈശോ തൊട്ട് അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അത് ഞങ്ങളാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. ഞങ്ങൾ അച്ഛനെ ഓഗസ്റ്റ് 16 വീണ്ടും ഒന്ന് കണ്ടു. അച്ഛൻ പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അച്ഛനെ വിളിക്കുമായിരുന്നു. ഓപ്പറേഷൻ്റെ അന്ന് ഞങ്ങൾ അച്ഛനെ വിളിച്ചപ്പോൾ ഫോണിലൂടെ അച്ഛൻ ബ്ലെസ് ചെയ്തു. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് ദിവ്യകാരുണ്യ സൗഖ്യ തൈലം കൊണ്ട് നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ഓപ്പറേഷൻ സമയത്ത് ഓഗസ്റ്റ് 20 ദിവ്യകാരുണ്യ സൗഖ്യ ആരാധനയും കുരുക്കുകൾ അഴിക്കുന്ന മാതാവിൻ്റെ ജപമാലയും ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സിസ്റ്റ് റിമൂവ് ചെയ്ത് ബയോപ്സിക്ക് അയക്കുകയും ബയോപ്സി റിസൾട്ട് നെഗറ്റീവാണെന്നും കുഴപ്പമൊന്നുമില്ലെന്നും പാർഷ്യൽ നെഫ്രോക്ടമിയാണ് ചെയ്തതെന്നും ഡോക്ടർ പറഞ്ഞു. കിഡ്നിയുടെ മുകളിലെ സിസ്റ്റ് മാത്രമേ എടുത്തു മാറ്റേണ്ടതായി വന്നുള്ളൂ. 3 മാസം കംപ്ലീറ്റ് റെസ്റ്റ് ആയിരുന്നു. 3-ാം മാസത്തെ ഫോളോ അപ്പിന് ശേഷം അത്യാവശ്യം പുറത്തേക്ക് പോകാമെന്ന് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഡിസംബർ 4 ഞങ്ങൾ ജെറുസലേമിൽ വന്ന് അമ്മ മാതാവിനോടും ഈശോയോടും നന്ദി പറഞ്ഞു. ബഹുമാനപ്പെട്ട കാനാട്ട് അച്ഛനോടും നന്ദി പറഞ്ഞു. ഞങ്ങൾക്ക് ഇത്രയും വലിയ അനുഗ്രഹം അനുഗ്രഹിച്ച ജെറുസലേം നാഥയോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ബഹുമാനപ്പെട്ട കാനാട്ട് അച്ഛനോടും ടീം അംഗങ്ങളോടും ഒത്തിരി നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. താങ്ക് യു ജീസസ്, താങ്ക് യു മദർ മേരി. ഒന്ന് കൈകൾ ഉയർത്തിയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 3 ഡോക്ടേഴ്സാണ് പല പ്രാവശ്യത്തെ പരിശോധനയിലൂടെ പറഞ്ഞത് ഒരു കിഡ്നി മാറ്റേണ്ടി വരുമെന്ന്, നഷ്ടപ്പെടുമെന്ന്. പക്ഷെ ദിവ്യകാരുണ്യ ഈശോ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കളയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. ആരുടെ തീരുമാനവും നടപ്പിലാവുക? അത് കർത്താവിൻ്റെ തീരുമാനം തന്നെ. ഈ അമ്മ എത്രയോ പ്രാവശ്യമാണ് ഈ ഒരു കാര്യത്തിന് എന്നെ പ്രഭാതത്തിൽ വിളിക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ച് ഈ നിയോഗം പറയും. പിന്നെ മാത്രമല്ല ഇങ്ങനെ ചികിത്സയുടെ പരിശോധനയുടെ അതിൻ്റെ പ്രോഗ്രസ്സും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അവരിവിടെ 2-3 പ്രാവശ്യം വന്നു. ഇന്നിതാ കിഡ്നികൾക്കൊന്നും ഒരു കുഴപ്പമില്ലാത്ത വിധത്തിൽ ദിവ്യകാരുണ്യ ഈശോ സമ്പൂർണമായ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു.
ഇങ്ങനെ കർത്താവിൽ ആശ്രയിക്കുന്നവരെ കർത്താവ് കൈവിടില്ല എന്ന് വീണ്ടും വീണ്ടും നമ്മളെ കർത്താവ് ബോധ്യപ്പെടുത്തി തരികയാണ്. ഇതുപോലെ ഈ മകനെ ഈശോ ഇങ്ങനെ അനുഗ്രഹിച്ച് അത്ഭുത രക്ഷയിലേക്കും സൗഖ്യത്തിലേക്കും ഒക്കെ നയിച്ചതിനെ ഓർത്ത് നമുക്ക് സന്തോഷത്തോടെ കൈകളടിച്ച് കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഒരുമിച്ച് ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരാം ഞങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ.